കൊല്ലം കുളത്തൂപ്പുഴയിൽ കാടിറങ്ങിയ പോത്തിട നാട്ടിൽ കുടുങ്ങിയിരിക്കുന്നു. കുളത്തൂപ്പുഴ 16 ഏക്കറിനോട് ചേർന്ന ജനവാസ മേഖലയിലാണ് കാട്ടുപോത്തിനെ അവശനിലയിൽ കണ്ടെത്തിയത്. പോത്തിന്റെ ഒരു ഭാഗം പൂർണ്ണമായും തളർന്ന നിലയിലാണ്. RRT സംഘം എത്തി പോത്തിന് അടിയന്തര ചികിത്സ നൽകി. വന്യമൃഗശല്യങ്ങൾ അതിക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കർഷക സംഘത്തിന്റെ ഭാഗമായിട്ട് പല നിവേദനങ്ങളും ഗവൺമെന്റ് തലത്തിലും പഞ്ചായത്ത് തലത്തിലും കൊടുത്തിട്ടുണ്ടെങ്കിലും ഇന്നും ജനവാസ കേന്ദ്രങ്ങളിലേക്ക് കാട്ടുപോത്തുകളും മറ്റ് വന്യമൃഗങ്ങളും ഒക്കെ ഇറങ്ങി നടക്കുന്ന ഈ സാഹചര്യത്തിൽ ഗവൺമെന്റ് ഉചിതമായ നടപടിയെടുത്ത് ഈ പ്രദേശത്തെ പാവപ്പെട്ട ജനങ്ങളെയും തൊഴിലാളികളെയും കർഷകരെയും സംരക്ഷിക്കണമെന്ന് കർഷക സംഘം ആവശ്യപ്പെടുകയാണ്. ജയശങ്കറാണ് ചേരുന്നത്. ജയശങ്കർ, അക്രമകാരിയായ കാട്ടുപോത്തായിരുന്നു, പക്ഷേ ഒരു ഭാഗം തളർന്ന നിലയിലാണ് ഇപ്പോൾ എന്ന് മനസ്സിലാക്കുന്നു. ഇതിന് ചികിത്സ നൽകുന്നുണ്ടോ? എന്താണ് നടപടികൾ, തുടർ നടപടികൾ? വിനീത, ഇന്ന് രാവിലെയോടെയാണ് കുളത്തൂപ്പുഴ 16 ഏക്കറിനോട് ചേർന്നുള്ള ജനവാസ മേഖലയിൽ ഒരു കാട്ടുപോത്തിനെ ആളുകൾ കണ്ടത്. ആദ്യം വലിയ വിഭ്രാന്തിയോടെയാണ് ജനങ്ങൾ ഇതിനെ കണ്ടത്. പിന്നീടാണ് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ വന്ന് നടത്തിയ പരിശോധനയിലാണ് ഈ പോത്തിന്റെ ഒരു ഭാഗം തളർന്ന നിലയിൽ അവശ നിലയിലാണ് പോത്ത് അവിടെ നിൽക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞത്. എന്തായാലും ഈ RRT ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ എത്തി ഈ പോത്തിന് വേണ്ട പ്രാഥമിക ചികിത്സ നൽകിയെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ പോത്തിനെ ഇവിടെ നിന്ന് ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്തി മറ്റൊരിടത്തേക്ക് മാറ്റാനുള്ള ഒരു ശ്രമമാണ് നിലവിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തുന്നത്. നിലവിൽ ഈ പോത്ത് ആളുകളെ ആക്രമിക്കുന്ന ഒരു നിലയിലല്ല എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ കുളത്തൂപ്പുഴയുടെ പല ഭാഗങ്ങളിലും ഈ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ വലിയ തോതിൽ ആളുകൾക്ക് പരിക്കൊക്കെ സംഭവിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. വാഹനങ്ങൾ ഉൾപ്പെടെ മറിച്ചിടുന്ന അവസ്ഥയായിരുന്നു. അതുകൊണ്ട് തന്നെ ആളുകളെ സംബന്ധിച്ച് നിരന്തരമായ കാട്ടുപോത്താക്രമണം ഭീതിയാണ്. അതിനിടയിലാണ് അവശ നിലയിൽ ഒരു പോത്ത് ജനവാസ മേഖലയിൽ വന്നിങ്ങനെ മണിക്കൂറുകൾ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും വനംവകുപ്പ് സ്ഥലത്തെത്തി ആളുകളുടെ ആശങ്കയൊക്കെ താൽക്കാലികമായി നിലവിൽ പരിഹരിച്ചിട്ടുണ്ട്. വിനീത, ജയശങ്കർ, നമ്മൾ രാവിലെ കോഫി വിത്തരണുള്ളൊരു പൂച്ചയുടെ കാര്യം പറഞ്ഞിരുന്നല്ലോ. കുറച്ച് ദിവസമായി കുടുങ്ങിക്കിടന്നൊരു പൂച്ച, അതിനെ രക്ഷിക്കാനായോ ഇപ്പോൾ? വിനീത, നമ്മൾ രാവിലെ ആ പൂച്ചയെ രക്ഷിച്ചു. ആ അടഞ്ഞു കിടന്ന വീടിന്റെ ഇതൊക്കെ പൊളിച്ചുകൊണ്ടാണ് ആളുകൾ അതിനുള്ളിലേക്ക് ഗ്രില്ലൊക്കെ തുറന്ന ആളുകൾ ഉള്ളിൽ കിടക്കുകയും ആ പൂച്ചയെ പുറത്തെടുത്ത് സുരക്ഷിതമായി മാറ്റുകയും ചെയ്തിട്ടുണ്ട്. 3 ദിവസത്തോളമായി ആ വീടിനുള്ളിൽ കുടുങ്ങിക്കിടന്ന് നിരന്തരമായി കരച്ചിലായിരുന്നു ആ പൂച്ച. പിന്നീടാണ് ഇന്ന് രാവിലെ എന്തായാലും നാട്ടുകാരൊക്കെ ചേർന്ന് അതിനെ രക്ഷിച്ചത്. ശരി ജയശങ്കർ, ഏതായാലും രാവിലെ ആ വാർത്ത നൽകിയത് കൊണ്ട് അതിന്റെ ഒരു കൗതുകം കൊണ്ട് ചോദിച്ചതാണ്. 3 ദിവസമായി ഒരു പൂച്ച ഭക്ഷണമൊന്നും കിട്ടാതെ ഒരു വീടിനകത്ത് കുടുങ്ങിക്കിടക്കുകയായിരുന്നു. ഏതായാലും നാട്ടുകാരൊക്കെ ചേർന്ന ഗ്രില്ലൊക്കെ പൊളിച്ചാണ് ആ പൂച്ച ഇപ്പോൾ രക്ഷപ്പെടുത്തിയിരിക്കുന്നത്. ജയശങ്കറാണ് വിശദാംശങ്ങൾ നൽകിയത്. ഒപ്പം കാട്ടുപോത്ത് തളർന്നു കിടക്കുന്ന ഒരവസ്ഥയിലാണ്. അതിന് അടിയന്തര ചികിത്സ നൽകുകയും ചെയ്തിട്ടുണ്ട്. വന്യജീവി ആക്രമണം തുടക്കതയാകുമ്പോഴും നാട്ടിലെത്തി വന്യജീവികൾക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ അതിന് ചികിത്സ നൽകുന്ന രീതിയിൽ തന്നെയാണ് വനം വകുപ്പ് മുന്നോട്ട് പോകുന്നതെന്നത് ആശ്വാസകരമാണ്. ജയശങ്കർ വിശദാംശങ്ങൾ നൽകി.